പ്രധാനമായും ഒരു കോംപ്ലക്സ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഓരോ ആളുകളുടെയും മൈഗ്രെയിൻ ഡിഫറെൻ്റ് ആണ്. തലവേദനയുടെ ക്യാരക്ടർ, രീതി, കാരണം, ഒപ്പമുണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങൾ എന്നിവയൊക്കെ തന്നെ ഒരാളിൽ ഉള്ളതുപോലെയല്ല മറ്റൊരാളിൽ പ്രകടമാകുന്നത്. തലവേദന എന്ന് കൺസിഡർ ചെയ്യുന്നതിനും അപ്പുറം മൈഗ്രെയിനിൽ വരുന്ന കോമൺ ആയ കാര്യങ്ങളോടൊപ്പം റയറായ അല്ലെങ്കിൽ ഓരോ ആളുകളിലും സ്പെസിഫിക് ആയി കാണുന്ന ലക്ഷണങ്ങളും കാരണങ്ങളും അടിസ്ഥാനമാക്കിയുള്ള പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിനിൽ കൂടുതൽ എഫക്റ്റീവ് ആകുന്നതെന്ന് ഈ അടുത്ത് നടത്തിയ പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. മൈഗ്രെയിനിന് മാത്രമല്ല മറ്റേതൊരു ഡിസീസ് കണ്ടീഷനിലും നിങ്ങളുടെ ശാരീരിക, മാനസിക, വൈകാരിക ലക്ഷണങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് ഓരോ മരുന്നുകളും ഹോമിയോപ്പതിയിൽ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നൽകുന്ന ഹോമിയോപ്പതി മരുന്നുകളാകില്ല മൈഗ്രെയിൻ ഉള്ള മറ്റൊരാൾക്ക് നൽകുന്നത്. ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ലക്ഷണങ്ങളും വിലയിരുത്തി മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ മൈഗ്രെയിനിന് ഹോമിയോപ്പതി മെഡിസിൻസ് കഴിക്കുന്നവരിൽ തലവേദനകളുടെ തീവ്രതയും ഫ്രീക്വൻസിയും കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട്. ഇടവിട്ടോ കണ്ടിന്യൂസ് ആയോ വരുന്ന തലവേദനകൾ മൈഗ്രെയിനോ മറ്റെന്തെങ്കിലും പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ ആണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ ഭാഗമായാണോ വരുന്നതെന്ന് രോഗനിർണയം നടത്താനും വളരെ ഇഫക്റ്റീവായ പാർശ്വഫലങ്ങളില്ലാത്ത ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കാനും ശ്രമിക്കുമല്ലോ. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസിന് സബ്സ്ക്രൈബ് ചെയ്യുക.